ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് ട്രിവാൻഡ്രം ജില്ലയിലാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ ശംഖുമുഖത്ത് അടുത്തുള്ള നമ്മളെ വലിയതുറയിൽ സ്ഥിതി ചെയ്യുന്ന പാലം, നമ്മളെ കടൽ പാലം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കടൽ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് നമ്മൾ ടി വിയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നാളായി പിന്നെ അതിൻ്റെ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, എന്താണ് പാലത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള കടൽപ്പാലത്തിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം പൊളിഞ്ഞ് ഏകദേശം ഒരു പരുവമായി. വർഷങ്ങളായി ഇത് ഇങ്ങനെ ഇപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, ഇവിടെ ഒരു ബാനർ അടിച്ചിട്ടുണ്ട്. അതിൽ ചരിത്രം മണ്ണടിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം ഇത് വലിയൊരു ചരിത്രം തന്നെയാണ് ഈ ഒരു കടൽപ്പാലം എന്ന് പറയുന്നത്. അതായത് 1825 ആദ്യമായിട്ട് കടൽപ്പാലം ഇവിടെ നിർമ്മിക്കുകയുണ്ടായത്. അതായത് കൊല്ലവർഷം 1000. അതിനുശേഷം 1947 നവംബർ 23 SS പണ്ഡിറ്റ് എന്ന പേരുള്ള ഒരു ചരക്ക് കപ്പൽ ഈ പാലത്തിൽ വന്ന് ഇടിക്കുകയും പാലം പൂർണ്ണമായിട്ട് തകരുകയും ചെയ്തു. പിന്നീട് 1956 നമ്മൾ ഇന്ന് ഈ കാണുന്ന കടൽപ്പാലം നിർമ്മിക്കുകയുണ്ടായത്. ഇപ്പോൾ ശരിക്കും ഒരു പാലത്തിൻ്റെ ഒരു പോർഷൻ അടർന്നു പോവുകയും ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന ബാക്കിയുള്ള പാലം തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും കടലിനടിയിലാവാം എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ കടൽപ്പാലം നഷ്ടമാവുന്നു എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചത്. കാരണം ഇതിന് മെയിൻ്റെനൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത്, എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയാം. കടൽപ്പാലം ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഈ കാണുന്ന റോഡ് നമ്മളെ എയർപോർട്ട് ബീച്ച് റോഡാണ്. അപ്പോൾ ഈ റോഡ് 2 വർഷം മുമ്പ് തകർന്നു പോയി, പൂർണ്ണമായിട്ട് കടലിലെടുത്തു. അതിനുശേഷം പുനർനിർമ്മിച്ചു. പക്ഷേ ഇപ്പം വീണ്ടും ആ ഒരു കടലിൻ്റെ ഒരു പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട്. കടൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പലപ്പോഴും കടലിലെ തിരമാല അടിച്ചിട്ട് വെള്ളം റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.